ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലേൺ വിത്ത് ആര്യ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ LGSന് വേണ്ടിയിട്ട് പുതിയ SCERT ചാപ്റ്ററുകളാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നോക്കി തുടങ്ങാം. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. PSC ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു പോകും, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദ്രവ്യവും പിണ്ഡവും. ദ്രവ്യം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും പിണ്ഡമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരെന്താണ്? ദ്രവ്യം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും പിണ്ഡമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേര് ദ്രവ്യം. ദ്രവ്യം ഊർജമാക്കി മാറ്റുമ്പോൾ ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന സമവാക്യം എന്താണ്? E=mc². ദ്രവ്യം ഊർജമാക്കി മാറ്റുമ്പോൾ ലഭിക്കുന്ന ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന സമവാക്യം E=mc². ഈ ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ നമുക്ക് നോക്കാം. ആദ്യത്തെ അവസ്ഥ ഖരം. അതിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. കണികകൾ വളരെ അടുത്തു സ്ഥിതി ചെയ്യുന്നതും ചലന സ്വാതന്ത്ര്യം വളരെ കുറവായതുമായ പദാർത്ഥങ്ങളാണ് ഖരപദാർത്ഥങ്ങൾ. എന്താണ്? കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു, പിന്നെ അതിന് ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്, അല്ലേ? അങ്ങനെയുള്ള പദാർത്ഥങ്ങളാണ് ഖരപദാർത്ഥങ്ങൾ. നിശ്ചിത ആകൃതിയും വ്യാപ്തവുമുള്ള പദാർത്ഥങ്ങളാണിവ. അവയ്ക്ക് നിശ്ചിതമായ ആകൃതിയും വ്യാപ്തവുമുണ്ട്. ഇനി അടുത്തത് ദ്രാവകം. കണികകൾ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നതും അവയ്ക്ക് ഖരാവസ്ഥയിലേതിനേക്കാൾ ചലന സ്വാതന്ത്ര്യമുള്ളതുമായ പദാർത്ഥങ്ങളാണ് ദ്രാവകം. കണികകൾ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നതും അവയ്ക്ക് ഖരാവസ്ഥയിലുള്ളതിനേക്കാൾ ചലന സ്വാതന്ത്ര്യമുള്ളതുമായ പദാർത്ഥങ്ങളാണ് ദ്രാവക പദാർത്ഥങ്ങൾ. അതിന് നിശ്ചിത ആകൃതി ഇല്ലാത്തതും ഏതാകൃതിയിലും ഉൾക്കൊള്ളുന്നതുമായ പദാർത്ഥങ്ങളാണ് ദ്രാവക പദാർത്ഥങ്ങൾ. ശരിയല്ലേ? നിശ്ചിത ആകൃതി ഇല്ലാത്തതും അത് ഏതാകൃതിയിലും ഉൾക്കൊള്ളുന്നതുമായ പദാർത്ഥങ്ങളാണ് ദ്രാവക പദാർത്ഥങ്ങൾ. അടുത്തത് വാതകം. കണികകൾ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നതും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളതുമായ പദാർത്ഥങ്ങളാണ് വാതക പദാർത്ഥങ്ങൾ. കണികകൾ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നു, ചലന സ്വാതന്ത്ര്യം കൂടുതലുള്ളതുമായ പദാർത്ഥങ്ങളാണ് വാതകങ്ങൾ. അവയ്ക്ക് നിശ്ചിത ആകൃതിയോ വ്യാപ്തമോ ഇല്ല. അടുത്തത് പ്ലാസ്മ. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മ. PSCക്ക് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ പ്ലാസ്മ. ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിൻ്റെ അവസ്ഥ ഏതാണ്? പ്ലാസ്മ. ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിൻ്റെ അവസ്ഥ പ്ലാസ്മ. അടുത്തത് വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. അടുത്തത് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏകദേശം 99% പ്ലാസ്മ അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ. ഏകദേശം 99% ദ്രവ്യം പ്ലാസ്മ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഇനി സൂര്യനിൽ, നക്ഷത്രങ്ങളിലൊക്കെ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മയാണ്. സൂര്യനിൽ, നക്ഷത്രങ്ങളിൽ, മിന്നലിലൊക്കെ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ. അടുത്തത് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? അതും പ്ലാസ്മയാണ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മ അവസ്ഥയാണ്. അപ്പോൾ പ്ലാസ്മ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. നമുക്കൊന്നുകൂടെ പറയാം. പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് പ്ലാസ്മ. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയും പ്ലാസ്മയാണ്. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. സൂര്യനിൽ, നക്ഷത്രങ്ങളിലൊക്കെ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് ഏതവസ്ഥയിലാണ്? പ്ലാസ്മയിലാണ്.
ഇനി തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥയും പ്ലാസ്മ അവസ്ഥയാണ്. അടുത്തത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. എന്താണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്? ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പോൾ 4ാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മ. 5ാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അത് പ്രവചിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും. സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും. അപ്പോൾ അവരുടെ പേരിലാണ് ഈ ഒരു അവസ്ഥ അറിയപ്പെടുന്നത്. അതായത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീൻ. അടുത്തത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് 2001 നോബൽ ജേതാക്കൾ ആരൊക്കെയാണ്? എറിക് എ കോർണൻ, വോൾഫ്ഗാങ് കെറ്റർലെ, കാൾ ഇ വൈമാൻ. ഇവർക്കാണ് 2001 നോബൽ പുരസ്കാരം ലഭിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടാണ് 2001 ഇവർക്ക് നോബൽ പുരസ്കാരം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? എറിക് എ കോർണൻ, വോൾഫ്ഗാങ് കെറ്റർലെ, കാൾ ഇ വൈമാൻ. അടുത്തത് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. പദാർത്ഥത്തിൻ്റെ അടുത്ത ഒരവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ്. താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ്. നിർമ്മിച്ചത് ഡെബോറ എസ് ജിൻ. നിർമ്മിച്ചത് ഡെബോറ എസ് ജിൻ ആണ്. അടുത്തത് ക്ലാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ. അടുത്ത ഒരവസ്ഥയാണ് ക്ലാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ. അത്യധികം ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് എന്ത്? ക്ലാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ. അത്യധികം ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ എന്താണ്? ക്വാർക്ക്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ എന്താണ്? ക്വാർക്ക്. ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ മുറേ ജെൽമാൻ, ജോർജ് സ്വിക്. ഇവരാണ് ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ. ആരൊക്കെയാണ്? മുറേ ജെൽമാൻ, ജോർജ് സ്വിക്. മുറേ ജെൽമാൻ, ജോർജ് സ്വിക്. ക്വാർക്ക് മോഡൽ. ക്വാർക്ക് എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? മുറേ ജെൽമാൻ. ക്വാർക്ക് എന്ന പദം നിർദ്ദേശിച്ചത് മുറേ ജെൽമാൻ. ക്വാർക്ക് എന്ന പദം നിർദ്ദേശിച്ചത് മുറേ ജെൽമാൻ. 3 ക്വാർക്കുകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ബാരിയോൺസ്. 3 ക്വാർക്കുകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ബാരിയോൺസ്. 3 ക്വാർക്കുകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ബാരിയോൺസ്. അടുത്തത് ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങൾ ഏതാണ്? ഹാഡ്രോൺ. ക്വാർക്കുകൾ ചേർന്നു നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങൾ ഹാഡ്രോൺ. ഏറ്റവും സ്ഥിരമായ ഹാഡ്രോൺ പ്രോട്ടോൺ. ഏറ്റവും സ്ഥിരമായ ഹാഡ്രോൺ ഏതാണ്? പ്രോട്ടോൺ. ക്വാർക്കുകൾ തമ്മിൽ ചേരുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന കണമേതാണ്? ഗ്ലൂവോൺസ്. ക്വാർക്കുകൾ തമ്മിൽ ചേരുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന കണം ഗ്ലൂവോൺസ്. ക്വാർക്കുകൾ തമ്മിൽ ചേരുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന കണമേതാണ്? ഗ്ലൂവോൺസ്. അടുത്തത് പദാർത്ഥങ്ങളുടെ ഊർജ്ജവാഹകർ ആരാണ്? ബോസോൺ. പദാർത്ഥങ്ങളുടെ ഊർജ്ജവാഹകർ ബോസോൺ. പദാർത്ഥങ്ങളുടെ ഊർജ്ജവാഹകർ ബോസോൺ. ബോസോൺ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ആരാണ്? പോൾ ഡിറാക്. ബോസോൺ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് പോൾ ഡിറാക്. അടുത്തത് വൈദ്യുതകാന്തിക ബലം വഹിക്കുന്ന ബോസോണുകൾ എന്താണ്? ഫോട്ടോൺസ്. വൈദ്യുതകാന്തിക ബലം വഹിക്കുന്ന ബോസോണുകൾ ഏതാണ്? ഫോട്ടോൺസ്. അടുത്തത് ദുർബല ന്യൂക്ലിയർ ബലം വഹിക്കുന്ന ബോസോണുകൾ ഏതാണ്? W&Z ബോസോൺ. ദുർബല ന്യൂക്ലിയർ ബലം വഹിക്കുന്ന ബോസോണുകൾ W&Z ബോസോൺ. അടുത്തത് ശക്തിയുള്ള ന്യൂക്ലിയർ ബലം വഹിക്കുന്ന ബോസോണുകൾ ഗ്ലൂവോൺസ്. ശക്തിയുള്ള ന്യൂക്ലിയർ ബലം വഹിക്കുന്ന ബോസോണുകൾ ഗ്ലൂവോൺസ്. അടുത്തത് ജാൻ ടെല്ലർ മെറ്റൽ. അടുത്തൊരു പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് ജാൻ ടെല്ലർ മെറ്റൽ. പദാർത്ഥത്തിൻ്റെ 9ാമത്തെ അവസ്ഥയാണ് എന്ത്? ജാൻ ടെല്ലർ മെറ്റൽ. 9ാമത്തെ അവസ്ഥ ജാൻ ടെല്ലർ മെറ്റൽ. ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുതരോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപമാണ് ഏത്? ജാൻ ടെല്ലർ മെറ്റൽ. ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുതരോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം ഏതാണ്? ജാൻ ടെല്ലർ മെറ്റൽ.
ഏറ്റവും ഉയർന്ന താപനിലയിലും അതിചാലകത പ്രകടിപ്പിക്കുന്നു. ഏതാണ്? ജാൻ ടെല്ലർ മെറ്റൽ ഏറ്റവും ഉയർന്ന താപനിലയിലും അതിചാലകത പ്രകടിപ്പിക്കുന്നു. അടുത്തത് കാർബൺ 60 ആറ്റങ്ങൾ ചേർന്ന് നിർമ്മിക്കുന്ന ബക്മിൻസ്റ്റർ ഫുള്ളറിൻ എന്ന തന്മാത്രയിലുള്ള ആറ്റങ്ങളുടെ സവിശേഷമായ രാസബന്ധത്തിൽ നിന്ന് രൂപപ്പെട്ട ദ്രവ്യരൂപം ഏതാണ്? ക്വാണ്ടം സ്പിൻ ലിക്വിഡ്. കാർബൺ 60 ആറ്റങ്ങൾ ചേർന്ന് നിർമ്മിക്കുന്ന ബക്മിൻസ്റ്റർ ഫുള്ളറിൻ എന്ന തന്മാത്രയിൽ ഉള്ള ആറ്റങ്ങളുടെ സവിശേഷമായ രാസബന്ധത്തിൽ നിന്ന് രൂപപ്പെട്ട ദ്രവ്യരൂപം ക്വാണ്ടം സ്പിൻ ലിക്വിഡ്. ഗ്രാഫിനുമായി സാദൃശ്യമുള്ള ദ്വിമാന ഘടനയുള്ള പദാർത്ഥത്തിൽ നിർമ്മിച്ച ദ്രവ്യരൂപമാണ് ഏത്? ക്വാണ്ടം സ്പിൻ ലിക്വിഡ്. ഈ ദ്രവ്യരൂപത്തിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? മയോറാന ഫെർമിയോണുകൾ. ഈ ദ്രവ്യരൂപത്തിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുന്ന അവസ്ഥ മയോറാന ഫെർമിയോണുകൾ. ഒരേ സമയം കണമായും പ്രതികണമായും കാണപ്പെടുന്ന അവസ്ഥ മയോറാന ഫെർമിയോൺ. മയോറാന ഫെർമിയോൺ. ഒരേ സമയം കണമായും പ്രതികണമായും കാണപ്പെടുന്ന അവസ്ഥ മയോറാന ഫെർമിയോൺ. അടുത്തത് റിഡ്ബർഗ് പോളറോൺസ്. ഉത്തേജിപ്പിക്കപ്പെട്ട ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് റിഡ്ബർഗ് പോളറോൺസ് നിർമ്മിക്കുന്നത്. ഉത്തേജിപ്പിക്കപ്പെട്ട ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് റിഡ്ബർഗ് പോളറോൺസ് നിർമ്മിക്കുന്നത്. ഉത്തേജിപ്പിക്കപ്പെട്ട ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് റിഡ്ബർഗ് പോളറോൺസ് നിർമ്മിക്കുന്നത്. അടുത്തത് പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് പിണ്ഡമെന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് പിണ്ഡമെന്ന് പറയുന്നത്. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം. മാസ് കിലോഗ്രാം. മാസിൻ്റെ ഏറ്റവും വലിയ പ്രാക്ടിക്കൽ യൂണിറ്റ് ഏതാണ്? ചന്ദ്രശേഖർ ലിമിറ്റ്. മാസിൻ്റെ ഏറ്റവും വലിയ പ്രാക്ടിക്കൽ യൂണിറ്റ് ചന്ദ്രശേഖർ ലിമിറ്റ്. അത് സൂര്യൻ്റെ മാസിന് 1.4 മടങ്ങിന് തുല്യമാണ്. സൂര്യൻ്റെ മാസിന് 1.4 മടങ്ങിന് തുല്യമാണ് എന്ത്? ചന്ദ്രശേഖർ ലിമിറ്റ്. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ട സിദ്ധാന്തം ഏതാണ്? സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ട സിദ്ധാന്തം സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം. സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്ത പ്രകാരം പ്രപഞ്ചം രൂപപ്പെട്ടിട്ടുള്ള മൗലിക കണങ്ങളുടെ എണ്ണം എത്രയാണ്? 17. സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം അനുസരിച്ച് പ്രപഞ്ചം രൂപപ്പെട്ടിട്ടുള്ള മൗലിക കണങ്ങളുടെ എണ്ണം എത്രയാണ്? 17. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഏതാണ്? ഹിഗ്സ് ബോസോൺ. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഹിഗ്സ് ബോസോൺ. ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ. ദൈവകണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലിയോൺ ലിഡർമാൻ. ആരാണ്? ലിയോൺ ലിഡർമാൻ. ദൈവകണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ ലിയോൺ ലിഡർമാൻ. അടുത്തത് കണികകൾക്ക് മാസ് ലഭിക്കുന്നത് എപ്രകാരമാണെന്ന് വിശദീകരിക്കുന്നതിനായി മുന്നോട്ട് വയ്ക്കപ്പെട്ട അടിസ്ഥാന കണം ഏതാണ്? ഹിഗ്സ് കണം. കണികകൾക്ക് മാസ് ലഭിക്കുന്നത് എപ്രകാരമാണെന്ന് വിശദീകരിക്കുന്നതിനായി മുന്നോട്ട് വയ്ക്കപ്പെട്ട അടിസ്ഥാന കണം ഹിഗ്സ് കണം. ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയത് 2012 ജൂലൈ 4. ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയത് 2012 ജൂലൈ 4. ഒരു ക്വിൻ്റൽ എത്രയാണ്? 100 കിലോഗ്രാമാണ് ഒരു ക്വിൻ്റൽ. ഒരു ടൺ 1000 കിലോഗ്രാം. ഒരു ടൺ 1000 കിലോഗ്രാം. ഒരു ക്വിൻ്റൽ 100 കിലോഗ്രാം. ഒരു ടൺ 1000 കിലോഗ്രാം. PSCക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്ത് വയ്ക്കണം. ഇനി കണക്റ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കാം. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ LHC. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ LHC എന്താണ്? നിരീക്ഷണത്തിനും പഠനത്തിനും വേണ്ടി ഹിഗ്സ് ബോസോണും മറ്റു പദാർത്ഥങ്ങളും നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. അതെവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് ഈ LHC ഉള്ളത്. നിരീക്ഷണത്തിനും പഠനത്തിനും വേണ്ടി ഹിഗ്സ് ബോസോണും മറ്റു പദാർത്ഥങ്ങളും നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? LHC, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ. അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ എനർജി പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ഏതാണ്? LHC ആണ്. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ആണ്.
അതിൽ ചുറ്റളവ് എന്ന് പറയുന്നത് 27 കിലോമീറ്റർ ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും വലുതുമായ എനർജി പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ഏതാണ്? LHC, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അളവുകളും യൂണിറ്റുകളും. അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാണ്? നീളം, പിണ്ഡം, സമയം, അതായത് ലെങ്ത്, മാസ്, ടൈം. ഇതാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. MKS യൂണിറ്റ് സമ്പ്രദായത്തിൻ്റെ പരിഷ്കരിച്ച രൂപം ഏതാണ്? SI യൂണിറ്റ് സമ്പ്രദായം. മാസ്, കിലോഗ്രാം, സെക്കൻഡ് യൂണിറ്റ് സമ്പ്രദായത്തിൻ്റെ പരിഷ്കരിച്ച രൂപം ഏതാണ്? SI യൂണിറ്റ് സമ്പ്രദായം. ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ച അളവ് സമ്പ്രദായമാണ് ഏത്? SI യൂണിറ്റ് സമ്പ്രദായം. ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ച അളവ് സമ്പ്രദായമാണ് ഏത്? SI യൂണിറ്റ് സമ്പ്രദായം. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എത്രണ്ണമാണ്? 7 എണ്ണം. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ 7 എണ്ണം. ഇനി അടിസ്ഥാന അളവുകളും SI യൂണിറ്റുകളും. ലെങ്ത്തിൻ്റെ മീറ്റർ, സ്മോളം. മാസിൻ്റെത് കിലോഗ്രാം, kg. ടൈം സെക്കൻഡ്, സ്മോളസ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ ആംപിയർ ആണ് SI യൂണിറ്റ്. ഡിനോട്ട് ചെയ്ത സിമ്പൽ A. ടെമ്പറേച്ചർ കെൽവിൻ, K. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ. ലൂമിനസ് ഇൻറ്റൻസിറ്റി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രകാശ തീവ്രത എന്താണ്? യൂണിറ്റ് കാൻഡല, CD. ഇനി SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. 1960 ശേഷമാണ് SI യൂണിറ്റ് ഉപയോഗത്തിൽ വന്നിരിക്കുന്നത്. ഇനി സദിശ അളവ്, അതിശയ അളവ്. ഈക്വലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സാണ് സദിശ അളവ്, അതിശയ അളവ് എന്ന് പറയുന്നത്. PSCക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് സദിശ അളവ്? പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയുന്ന അളവുകൾ. പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയുന്ന അളവുകളാണ് സദിശ അളവുകൾ. ഇത് മാഗ്നിറ്റ്യൂഡിനോടൊപ്പം തന്നെ ഡയറക്ഷനും ചേർത്ത് പറയുന്ന അളവുകളാണ് സദിശ അളവെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം, ആക്കം. ഇവയൊക്കെ സദിശ അളവിന് ഉദാഹരണങ്ങളാണ്. പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം, ആക്കം. സദിശ അളവ്. അതിശ അളവുകൾ. പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകളാണ് അതിശ അളവുകൾ. ദിശ ചേർത്ത് പറയാത്ത അളവുകളാണ് അതിശ അളവുകൾ. ഉദാഹരണം സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം, വേഗത, പ്രവൃത്തി, വ്യാപ്തം, സാന്ദ്രത. സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം, വേഗത, പ്രവൃത്തി, വ്യാപ്തം, സാന്ദ്രത. ഇവയൊക്കെ എന്താണ്? അതിശ അളവുകളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കണം, PSCക്ക് ചോദിക്കും. നീളം. ഒരു അളവുകോൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളം ഏതാണ്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയും. ഒരു അളവുകോൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തിന് എന്ത് പറയും? ലീസ്റ്റ് കൗണ്ട്. നോക്കിയേ, ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത് എന്താണ്? 10⁻⁻10 മീറ്റർ ആണ് ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത്. അടുത്തത് ഒരു പൈക്കോമീറ്റർ എന്ന് പറയുന്നത് 10⁻12 മീറ്റർ ആണ്. അടുത്തത് ഒരു ഫെർമി എന്ന് പറയുന്നത് 10⁻15 മീറ്റർ ആണ്. ഒരു ആങ്സ്ട്രം 10⁻10 മീറ്റർ. ഒരു പൈക്കോമീറ്റർ എന്ന് പറയുന്നത് 10⁻12 മീറ്റർ. ഒരു ഫെർമി എന്ന് പറയുന്നത് 10⁻15 മീറ്റർ. ഇനി കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റിന് എന്താണ് പറയുന്നത്? ഹാൻഡ്. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റിന് പറയുന്നത് ഹാൻഡ്. ഒരു ഹാൻഡ് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. ഒരു ഹാൻഡ് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. ഇനി അടുത്തത് ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് AU, പ്രകാശവർഷം ലൈറ്റ് ഇയർ, പിന്നെ പാരാലിറ്റിക് സെക്കൻഡ് പാർസെക്. ഈ 3 എണ്ണമാണിത് ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ. ഇവയൊക്കെ ദൂരമാണ് അളക്കുന്നത്. ഏതൊക്കെയാണ്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം, പാരാലിറ്റിക് സെക്കൻഡ്. ഇവ 3ഉം ദൂരമാണ് അളക്കുന്നത്. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, PSCക്ക് ചോദിക്കും. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ്? അത് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 15 കോടി കിലോമീറ്റർ. 15 കോടി കിലോമീറ്റർ. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്റർ. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം എന്താണ്?
പ്രകാശവർഷം എന്ന് പറയുന്നു. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം പ്രകാശവർഷം. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് 9.46 × 10⁻12 കിലോമീറ്റർ ആണ്. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് 9.46 × 10⁻12 കിലോമീറ്റർ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. അടുത്തത് ഭൂമിയുടെ ഭ്രമണപഥത്തിൻ്റെ ശരാശരി ആരം ചാപത്തിൻ്റെ 1 സെക്കൻഡ് എന്ന കോൺ രൂപപ്പെടുന്ന അകലം എന്താണ്? പാർസെക്, പാരാലിറ്റിക് സെക്കൻഡ് എന്നറിയപ്പെടുന്നു. ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ ശരാശരി ആരം ചാപത്തിൻ്റെ 1 സെക്കൻഡ് എന്ന കോൺ രൂപപ്പെടുന്ന അകലം അറിയപ്പെടുന്നത് പാർസെക്. ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 പ്രകാശവർഷം. ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 പ്രകാശവർഷമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. അടുത്തത് ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത. അടുത്തത് കിബിൾ ബാലൻസ് എന്താണെന്ന് നോക്കാം. പുതിയ നിർവചനം അനുസരിച്ച് കിലോഗ്രാമിൻ്റെ അടിസ്ഥാന മാതൃകയാണ് എന്ത്? കിബിൾ ബാലൻസ്. പുതിയ നിർവചനം അനുസരിച്ച് കിലോഗ്രാമിൻ്റെ അടിസ്ഥാന മാതൃകയാണ് കിബിൾ ബാലൻസ്. കിലോഗ്രാമിൻ്റെ അടിസ്ഥാന മാതൃക കിബിൾ ബാലൻസ്. കിലോഗ്രാം കിബിൾ ബാലൻസ്. കിലോഗ്രാമിൻ്റെ പുതിയ നിർവചനം നിലവിൽ വന്നത് എന്നാണ്? 2019 മെയ് 20-നാണ് കിലോഗ്രാമിൻ്റെ പുതിയ നിർവചനമായ എന്ത്? കിബിൾ ബാലൻസ് നിലവിൽ വന്നത്. 2019 മെയ് 20. ഇനി പ്രകാശവർഷം എന്തിൻ്റെ ഏകകമാണ്? പ്രകാശവർഷം എന്തിൻ്റെ ഏകകമാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നതാണല്ലേ. പ്രകാശവർഷം ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നതാണ്. വേറെ 2 കൂടെ ഉണ്ടല്ലോ, അതെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അടുത്തത് സമയം. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ്. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് എന്ത്? ഒരു സോളാർ ദിനം. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു സോളാർ ദിനം. ഇമ്പോർട്ടൻ്റ് ആണ്, PSCക്ക് ചോദിക്കും. ഒരു ദിവസം എന്നത് എത്ര സെക്കൻഡാണ്? 86,400 സെക്കൻഡ്. ഒരു ദിവസം എന്നത് എത്ര സെക്കൻഡാണ്? 86,400 സെക്കൻഡ്. ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് വ്യുൽപ്പന്ന അളവുകൾ. എന്താണ് നമുക്ക് നോക്കാം. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് എന്ത്? വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ. എക്സാമ്പിൾ നമുക്ക് പ്രവേഗത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ/സെക്കൻഡ്. ത്വരണം മീറ്റർ/സെക്കൻഡ്². മർദ്ദം Nm/m² അല്ലെങ്കിൽ പാസ്കൽ എന്ന് പറയാം. അതാണ് PA കൊടുത്തേക്കുന്നത്. മർദ്ദം പാസ്കൽ അല്ലെങ്കിൽ Nm/m². ബലം kg/m/s² അല്ലെങ്കിൽ ന്യൂട്ടൺ. ബലം ന്യൂട്ടൺ kg/m/s². പവർ ജൂൾ/സെക്കൻഡ്, അതിനാണ് വാട്ട്. പവർ വാട്ട്. ഊർജം ജൂൾ. ഊർജം ജൂൾ kg/m²/s². kg/m²/s². ഇതാണ് ഊർജത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. പ്രവൃത്തിയുടെ യൂണിറ്റോ? ന്യൂട്ടൺ മീറ്റർ. പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. യൂണിറ്റുകളെല്ലാം ഓർത്ത് വെക്കണം, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കുറച്ച് ക്വിക്ക് ഇൻഫർമേഷൻ നോക്കാം. കപ്പലുകളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? നോട്ടാണ്. കപ്പലുകളുടെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് നോട്ട്. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? നോട്ടിക്കൽ മൈൽ. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് എന്താണ്? നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് എത്രയാണ്? 1.852 കിലോമീറ്റർ. 1.852 കിലോമീറ്റർ. 1 നോട്ടിക്കൽ മൈൽ ഇസ് ഈക്വൽ ടു 1.852 കിലോമീറ്റർ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഇനി കുറച്ച് അളവുകളും അവ യൂണിറ്റുകളും നമുക്ക് നോക്കാം. ബലം ന്യൂട്ടൺ. ബലം ന്യൂട്ടൺ എന്ന സിമ്പിൾ ഉപയോഗിക്കും. ബലം ന്യൂട്ടൺ. ഇനി ഭാരം വെയ്റ്റ് ന്യൂട്ടൺ. ഭാരം വെയ്റ്റ് ന്യൂട്ടൺ. ഇനി പിണ്ഡം മാസ് കിലോഗ്രാം. പിണ്ഡം മാസ് കിലോഗ്രാം. അടുത്തത് സാന്ദ്രത എന്ന് പറയുന്നത് ഡെൻസിറ്റി kg/m³. kg/m³. ഇനി ആക്കം മൊമെൻറ്റം kg/m/s.
ആക്കം മൊമെൻറ്റം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി മർദ്ദം എന്താണ്? വ്യാപകമർദ്ദം ന്യൂട്ടൺ, വ്യാപകമർദ്ദം ന്യൂട്ടൺ. പ്രവൃത്തി ഊർജത്തിന് ഒരേ യൂണിറ്റാണ് എന്താണ്? ജൂൾ. ജെ എന്ന സിമ്പിളാണ് ഡിനോട്ട് ചെയ്യുന്നത്. പ്രവൃത്തി ഊർജം ജൂൾ. ഇനി പവർ എന്താണ്? വാട്ട്. പവർ വാട്ട്. അന്തരീക്ഷ മർദ്ദം ഏതാണ്? മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ. അന്തരീക്ഷ മർദ്ദം മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ. ഇനി വൈദ്യുത പ്രവാഹ തീവ്രത ഇലക്ട്രിക് കറണ്ട് ആംബിയർ. ഇലക്ട്രിക് കറണ്ട് ആംബിയർ എ. ഇനി കാന്തിക ഫ്ലക്സ് എന്താണ്? വെബർ WB. കാന്തിക ഫ്ലക്സ് വെബർ. ലെൻസിൻ്റെ പവർ ഡയോപ്റ്റർ ഡി. ലെൻസിൻ്റെ പവർ ഡയോപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. ഇനി റേഡിയോ ആക്ടിവിറ്റി ക്യൂറി, ബെക്വറൽ, റുദർഫോർഡ്. 3 യൂണിറ്റ് ഉണ്ട് അതിന് റേഡിയോ ആക്ടിവിറ്റിക്ക്. ക്യൂറി, ബെക്വറൽ, റുദർഫോർഡ്. ഇനി കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത എന്താണ്? ടെസ്ല. ഇമ്പോർട്ടൻ്റ് ആണ്. കാന്തിക ഫ്ലക്സിൻ്റെ സാന്ദ്രത ടെസ്ല. ഇലൂമിനസെൻസ് എന്താണ്? ലക്സ്. ഇലൂമിനസെൻസ് ലക്സ്. ഇനി വൈദ്യുത ചാർജ് കൂളോം എന്താണ്? വൈദ്യുത ചാർജിൻ്റെ കൂളോം. ഇനി വൈദ്യുത പ്രതിരോധം ഓം. ഇനി റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ. റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ. ലൂമിനസ് ഫ്ലെക്സ് ലൂമൻ. ലൂമിനസ് ഫ്ലെക്സ് ലൂമൻ. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം, എല്ലാം നോക്കണം. 1 വേർഡായിട്ട് ചോദിക്കും. ബലം ന്യൂട്ടൺ, ഭാരം ന്യൂട്ടൺ. പിണ്ഡം കിലോഗ്രാം, സാന്ദ്രത കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി ആക്കം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി വ്യാപകമർദ്ദം ന്യൂട്ടൺ. പ്രവൃത്തിക്കും ഊർജത്തിനും ഒരേ യൂണിറ്റാണ് എന്താണ്? ജൂൾ. ഇനി പവർ വാട്ട്. അന്തരീക്ഷ മർദ്ദം മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ, 2 യൂസ് ചെയ്യുന്നതാണ്. ഇനി വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ. കാന്തിക ഫ്ലെക്സ് വെബർ. ലെൻസിൻ്റെ പവർ ഡയോപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. റേഡിയോ ആക്ടിവിറ്റി ക്യൂറി, ബെക്വറൽ, റുദർഫോർഡ്. കാന്തിക ഫ്ലെക്സിൻ്റെ സാന്ദ്രത ടെസ്ല. ഇലൂമിനസെൻസ് ലക്സ്. വൈദ്യുത ചാർജ് കൂളോം. വൈദ്യുത പ്രതിരോധം ഓം. റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ. ഇനി ലൂമിനസ് ഫ്ലെക്സ് ലൂമൻ. ഇനി വ്യക്തികളുടെ പേരിൽ നിന്നും ഉടലെടുത്ത യൂണിറ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായി അലക്സാൻഡ്രോ വോൾട്ട. അലക്സാൻഡ്രോ വോൾട്ട. അളവ് പൊട്ടൻഷ്യൽ വ്യത്യാസം. യൂണിറ്റ് എന്താണ്? വോൾട്ട്. അതിന് പ്രതീകം ഏതാണ്? വി. വി ക്യാപിറ്റൽ വി ആണ് പൊട്ടൻഷ്യൽ വ്യത്യാസം. വോൾട്ട് വി. ഇനി അലക്സാണ്ടർ ഗ്രഹാം ബെൽ ഉച്ചത. ഉച്ചത. ഗ്രഹാം ബെൽ ഉച്ചത. ഉച്ചതയുടെ യൂണിറ്റ് ഏതാണ്? ഡെസിബൽ. DB. ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ. ഇമ്പോർട്ടൻ്റ് ആണ്, PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഉച്ചത ഡെസിബൽ DB. ഈ ബ്ലേസ് പാസ്കൽ. മർദ്ദം. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ PA. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ PA. പിന്നെ ഹെൻറിച്ച് ഹെർട്സ്. ആവൃത്തി. ആവൃത്തി. ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെർട്സ് HZ ഹെർട്സ്. ഇനി ജോസഫ് ഹെൻറി. ഇൻഡക്റ്റൻസ്. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഹെൻറി H. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറി H. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. പ്രവൃത്തി, ഊർജം, താപം ഇവയ്ക്ക് 3നും ഒരേ യൂണിറ്റാണ് ഏത്? ജൂൾ എന്ന് പറയുന്നത്. പ്രവൃത്തി, ഊർജം, താപം ഇവയ്ക്ക് 3നും ഒരേ യൂണിറ്റാണ് ജൂൾ. ഇനി മൈക്കിൾ ഫാരഡെ. കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് F. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ്. ഇനി സർ ഐസക് ന്യൂട്ടൺ. ബലം അല്ലെങ്കിൽ ഭാരം ഇവയ്ക്ക് 2നും ഒരേ യൂണിറ്റാണ് എന്ത്? ന്യൂട്ടൺ. ബലം, ഭാരം, ന്യൂട്ടൺ. ഇനി ആൻഡ്രേ മാരി ആംപിയർ. വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റ് ആംപിയർ A. ഇനി ചാൾസ് അഗസ്റ്റിൻ ഡി കൂളംബ്. ചാർജിൻ്റെ യൂണിറ്റ് കൂളോംബ്. C ആണ് ഡിനോട്ട് ചെയ്യുന്ന യൂണിറ്റ്. ചാർജിൻ്റെ യൂണിറ്റ് കൂളോംബ്. C ആണ് ഡിനോട്ട് ചെയ്യുന്ന യൂണിറ്റ്. അപ്പം ഇത്രയും യൂണിറ്റ്സുകൾ ഇമ്പോർട്ടൻസ് ആണ്, എഴുതി നോട്ട് ചെയ്ത് പഠിക്കണം എല്ലാവരും. അപ്പം ഇത്രയാണ് നമ്മൾ ആദ്യത്തെ ഫിസിക്സ് ക്ലാസ്സിൽ തരുന്നത്. ഇങ്ങനെ മതിയോ അതോ ഇനി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻസ് ഇടണം. നിങ്ങൾ കമൻസിലൂടെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയും വേണ്ടതെന്ന് എനിക്കറിയാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും നോട്ടൊക്കെ എഴുതി നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് എക്സാം നമുക്ക് എഴുതണം. അതുകൊണ്ട് എല്ലാവരും നോട്ട് നന്നായിട്ട് പഠിക്കണം. ഓക്കെ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്ത് ക്ലാസ്സാണ് വേണ്ടതെന്ന് കമൻസിൽ രേഖപ്പെടുത്തണം. പറ്റുന്ന പോലെ നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി.